നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്ട്രിങ്ങിനെ കുറിച്ചാണ്. സ്ട്രിങ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. നമ്മൾ ഒരു കൂട്ടം ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രിങ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി സ്ട്രിങ് നമ്മൾ ടെക്സ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നമ്മളിതുപോലെ ഹലോ എന്ന് ഡബിൾ കോട്ടിനുള്ളിൽ എഴുതുന്നു. സോ നമ്മളിങ്ങനെ എഴുതിയാൽ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ ഹലോ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മളിത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം സി ഔട്ട് ടെക്സ്റ്റ്. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കുന്നു. ഇതുപോലെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ക്യാരക്ടേഴ്സാണ്. സോ നമുക്കത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സ്ട്രിങ് നമ്മൾ മറ്റൊരു ടെക്സ്റ്റ് 1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൽ നമ്മൾ ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംഗിൾ കോട്ടിനുള്ളിൽ എച്ച് കോമ മുകളിൽ എഴുതിയ ടെക്സ്റ്റാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. പക്ഷേ ഓരോ ക്യാരക്ടറായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇ എൽ എൽ ഒ. സോ ഇങ്ങനെ ഹലോ എന്ന് എഴുതുന്നതിന് തുല്യമാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ HELLO എന്ന് സെപ്പറേറ്റ് ആയിട്ട് ക്യാരക്ടർ എഴുതുന്നത്. സോ നമുക്ക് ഇനി ടെക്സ്റ്റ് 1 ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് സെയിം റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുക. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സെമിക്കോളൻ കൊടുക്കാൻ മറന്നു. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് രണ്ടും സെയിം റിസൾട്ടാണ് ലഭിച്ചത്. ഹലോ ഹലോ എന്ന് പറയുന്ന സെയിം റിസൾട്ടാണ് ലഭിച്ചത്. സോ നമ്മൾ ഹലോ എന്ന് ടെക്സ്റ്റായി എഴുതുന്നതും ഹലോ എന്ന് സെപ്പറേറ്റ് ക്യാരക്ടറായി ഒരു അറേ രൂപത്തിൽ എഴുതുന്നതും സെയിം ആണ്. അതായത് ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ക്യാരക്ടേഴ്സാണ്. സോ ഇനി നമുക്ക് ഉദാഹരണമായി ഞാനിവിടെ നമുക്ക് ഈ എച്ച് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു ക്യാരക്ടർ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ ടെക്സ്റ്റ് 1 ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുള്ളിൽ ഇൻഡെക്സ് നമ്പർ കൊടുക്കും. ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ഇതിന് ഓരോ ക്യാരക്ടറിനും ഓരോ നമ്പർ ഉണ്ടായിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നായിരിക്കും. സോ നമുക്ക് എച്ചിൻ്റെത് 0 ആയിരിക്കും. ഈ 1 2 3 4 ഇങ്ങനെ പോകും. സോ നമുക്ക് എച്ച് ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 0 കൊടുത്തതിന് ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് എന്ന് ലഭിക്കുന്നു. സോ അതേ രൂപത്തിൽ നമുക്ക് ഒ ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ 0 1 2 3 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒ ലഭിക്കുന്നു. സോ നമുക്ക് ഈ സ്ട്രിങ് പ്രവർത്തിക്കുന്നത് ഈ ഒരു കൂട്ടം ക്യാരക്ടേഴ്സ് ഈ ഒരു രൂപത്തിലാണെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒരു ടെക്സ്റ്റ് 1 എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. സോ ഇനി നമുക്ക് തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഹലോയിലെ എച്ച് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ സോ നമ്മളുടെ വേരിയബിൾ നെയിം മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ 0 കൊടുക്കുന്നു. സെയിം രീതിയിലാണ് ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഓരോ ലെറ്ററും ഓരോ ക്യാരക്ടറായിട്ടാണ് C++ കണക്കാക്കുന്നത്. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് എന്ന് പറയുന്ന ഈ ഒരു റിസൾട്ട് ലഭിക്കും. ഇത്തരത്തിൽ നമുക്കൊരു ടെക്സ്റ്റിനുള്ളിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഈ ലാസ്റ്റ് എല്ലാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ 0 1 2 3 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൽ എന്ന് പറയുന്ന റിസൾട്ട് വരും. ഇത്തരത്തിൽ നമുക്ക് ഒരു ടെക്സ്റ്റിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇൻഡെക്സ് നമ്പർ കൊടുത്തു കഴിഞ്ഞ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.